ഏറ്റവും കൂടുതൽ റിസ്ക് സ്പൈൻ സർജറി തന്നെയാണ്. കാര്യം നമ്മൾ സ്പൈനിന് ചുറ്റും ഒത്തിരി സ്ട്രക്ചേഴ്സ് ഉണ്ട്. ലൈക്ക് സ്പൈനൽ കോഡ് ഉണ്ട്, അയോർട്ട, ഇൻഫീരിയർ വീന കാവ. സ്പൈനൽ കോഡ് ഡാമേജ് വരുവാണെങ്കിൽ പെർമനൻ്റ് ആയിട്ട് ലൈഫ് ലോങ് പേഷ്യൻ്റ് ബെഡ് റിഡൻ സാധ്യതയുണ്ട്, പേഷ്യൻറ്റിന് ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ അയോർട്ടയൊക്കെ ആണെങ്കിൽ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഒരു ഓപ്പറേഷൻ തലേ ദിവസം തന്നെ വെർച്വലി ചെയ്ത് കഴിയും. അതിൻ്റെ എക്സാക്ട് പ്ലേസ്മെൻറ്റ് ഇതൊക്കെ തലേ ദിവസം തന്നെ കഴിയുന്നു. സ്പൈൻ സർജറി തന്നെയാണ് ഇതിൽ ഏറ്റവും റിസ്ക് ഉള്ള ഓപ്പറേഷൻ. സാറേ, ഇപ്പോൾ ശരിക്കും എന്താണ് ഈ റോബോട്ടിക് ഓർത്തോ? എങ്ങനെയാണ് അത് മറ്റ് സർജറികളിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? റോബോട്ടിക് ഓർത്തോപെഡിക് സർജറി ഇപ്പോൾ നമ്മൾ അമലയിൽ 4 ഓപ്പറേഷൻ ഉപയോഗിക്കുന്ന മേജറായിട്ട്. ഒന്നാമത്തത് നീ റീപ്ലേസ്മെൻറ്റ്, മുട്ട് മാറ്റി വെക്കുക. അത് ഭയങ്കര പ്രിസൈസായിട്ട് കൃത്യതയോടെ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നു. രണ്ടാമത് ഹിപ്പ് റീപ്ലേസ്മെൻറ്റ്, ഇടുപ്പിൻ്റെ ജോയിൻറ്റ് റീപ്ലേസ് ചെയ്യാൻ. മൂന്നാമതായിട്ട് ഷോൾഡർ റീപ്ലേസ്മെൻറ്റ്, ടോട്ടൽ ഷോൾഡർ അല്ലെങ്കിൽ റിവേഴ്സ് ഷോൾഡർ റീപ്ലേസ്മെൻറ്റിന് ഇത് ഉപയോഗിക്കുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ സ്പൈൻ സർജറിയിൽ സ്ക്രൂസ് അപ്ലൈ ചെയ്യുക, അതേപോലെ കേജസ് അപ്ലൈ ചെയ്യുക. ഇതിനു വേണ്ടി റോബോട്ട് ഉപയോഗിക്കുന്നു. ഈ എല്ലാ കേസസിനും ഉപരിയായിട്ട് പല ഫ്രാക്ചേഴ്സ്, ഇപ്പോൾ ഇടുപ്പല്ലൊടിയുക, മുട്ടുകാലൊടിയുക, ഈ ഫ്രാക്ചേഴ്സിലേക്കും നമ്മൾ റോബോട്ടിക് സർജറി എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സ്പോർട്സ് ഇഞ്ചുറി ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇത് കൂടുതൽ യൂസ്ഫുൾ ആണോ? സ്പോർട്സ് ഇഞ്ചുറിയിലും റോബോട്ടിക് സർജറി യൂസ് ചെയ്യാൻ സാധിക്കും. റോബോട്ടിക് സർജറി ഇന്ന സർജറി എന്നല്ല, നമുക്ക് ഉപയോഗിക്കുന്ന ഇംപ്ലാന്റ്സുകൾ വളരെ കൃത്യതയോടെ നമുക്ക് പ്ലേസ് ചെയ്യാൻ സാധിക്കണം. റോബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുഷികമായിട്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ചെയ്യുന്നതാണ് റോബോട്ട്. നമ്മുടെ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കാൽക്കുലേഷൻ കൈകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതും കമ്പ്യൂട്ടറിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതും, അല്ലെങ്കിൽ പണ്ട് കാലത്താണ് കാൽക്കുലേറ്റർ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ കമ്പ്യൂട്ടർ അതേപോലെ തന്നെ മാനുഷികമായിട്ടുള്ള പ്രിസിഷൻ പോരാന്ന് ഡോക്ടർമാർക്ക് ഇൻ്റർനാഷണലി തോന്നി. ലോകം മുഴുവനുള്ള പല ഓർത്തോപെഡിക് തോന്നി മാനുഷികമായിട്ട് കിട്ടുന്ന പ്രിസിഷൻ. നമ്മളൊരു 100 കേസ് ചെയ്യുമ്പോൾ എത്ര കേസിന് ഹൈ പ്രിസിഷൻ കിട്ടുന്നു, ആ ഒരു പ്രിസിഷൻ റോബോട്ടിന് കിട്ടി തുടങ്ങിയപ്പോൾ കൂടുതൽ ആപ്ലിക്കേഷൻസിലേക്ക് റോബോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. പക്ഷെ അമല ഹോസ്പിറ്റൽ കൂടുതലായിട്ട് ഈ റോബോട്ടിക് സർജറി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പല ഹോസ്പിറ്റലുകളും അത് അത്രത്തോളം അതിലേക്ക് എത്തിയിട്ടില്ല. അതെന്തുകൊണ്ടായിരിക്കും? ഒരു അജ്ഞതയാണോ കാരണം? തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവുകളായി വരുന്നുള്ളൂ. നമ്മൾ ഇൻ്റർനാഷണലി നോക്കുമ്പോൾ ഇപ്പോൾ വെസ്റ്റേൺ അല്ലെങ്കിൽ ഓസ്ട്രേലിയ, ജർമ്മനി, അമേരിക്ക എന്നീ രാജ്യങ്ങളിലൊക്കെ കുറച്ചും കൂടി കൂടുതലായിട്ട് റോബോട്ടിക് സർജറി ഉപയോഗിക്കുന്നു. ഇത് പേഷ്യൻറ്റിന് കൂടുതൽ ഗുണം ചെയ്യുന്നത് കൊണ്ടാണ് റോബോട്ടിക് സർജറി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ സാർ ഒരുപാട് ഇതിൽ റിസർച്ച് എന്നും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും അല്ലേ? എന്താണിപ്പോൾ കൂടുതലായി സ്പൈനുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് ന്യൂ ഇന്നോവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുള്ളത്? റിസർച്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ 1999 1999 മുതൽ ഇതിനെക്കുറിച്ച് നാവിഗേഷനും ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് നാവിഗേഷൻ സ്പൈൻ സർജറിയൊക്കെ 2003 നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം അന്ന് മുതൽ ഇതിനെക്കുറിച്ചുള്ള ഈ ആക്യുറസി കൂട്ടാൻ വേണ്ടിയുള്ള റിസർച്ച് നമ്മൾ ഇൻവോൾവ് ആണ്. എമ്പാട് ഇത് നടക്കുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് റിസർച്ച് ചെയ്യുന്തോറും കൂടുതൽ ആക്യുറസി കൂടുന്തോറും പേഷ്യൻസിന് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവുക. കൂടുതൽ പ്രിസൈസ് ആയിട്ട് ചെയ്യുമ്പോൾ ഈ ലോങ് ടേം റിസൾട്ട്സ്, ഷോർട്ട് ടേം അല്ല, ലോങ് ടേം റിസൾട്ട്സ് ബെറ്റർ ആയിട്ട് പേഷ്യൻറ്റിന് നൽകുക. ഈ ടെക്നോളജിയിലെ അഡ്വാൻസ്മെൻറ്റ്സ് എന്തൊക്കെ തന്നെയാണെങ്കിലും പേഷ്യൻസിന് അത് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ കൂടുതൽ സർജറീസിലും റോബോട്ടിക്കിൻ്റെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ പക്ഷെ പലരും പറയുന്ന ഒരു എന്താ പറയുക, ഒരുപാട് റീലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. റോബോട്ടിക് സർജറി ഈ പെർഫെക്ഷൻ ഉണ്ടാകുന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. നമ്മൾ ഡോക്ടർമാർ അവരുടെ ഒരു കൈപ്പുണ്യം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അങ്ങനെ ചെയ്യുന്നതിലാണ് കൂടുതൽ പെർഫെക്ഷൻ എന്നൊക്കെ പറയാറുണ്ട്. അതൊരു മിത്താണോ ശരിക്കും പറഞ്ഞാൽ? മാനുഷികമായിട്ട് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകരണമാണ് റോബോട്ട്. ഇതിപ്പോൾ ഓപ്പറേഷൻ അല്ല, ഏത് ഒരു ഫീൽഡിലാണെങ്കിലും ഒരു ഹ്യൂമൻലി പോസിബിൾ ആയിട്ടുള്ള സാധനം, ഹ്യൂമൻലി പോസിബിൾ ആണ്, ഹ്യൂമൻ ചെയ്താൽ മതിയല്ലോ. ആ ഒരു പ്രിസിഷൻ റോബോട്ടിന് കിട്ടുന്നു. അതുപോലെ തന്നെ പ്രിസിഷൻ കിട്ടാൻ എടുക്കുന്ന ടൈം റോബോട്ടിന് വളരെ കുറവാണ്. മാനുവലായിട്ട് ചെയ്യുമ്പോൾ ആ പ്രിസിഷൻ കിട്ടാൻ കുറേ സമയം എടുക്കുന്നു. അത് ഓരോ സർജനെയും വേരിയബിളാണ്. റോബോട്ട് അങ്ങനെയല്ല, ഏത് സർജൻ ആ റോബോട്ട് ഉപയോഗിച്ചാലും അതേ പ്രിസിഷൻ നമുക്ക് ഈക്വലായിട്ട് നൽകാൻ സാധിക്കും. അപ്പോൾ ഇനിയുള്ളൊരു ഫ്യൂച്ചർ എപ്പോഴും അതാണ്. അപ്പം അല്ലെങ്കിൽ ഡോക്ടറുടെ ഒരു പ്രിഫറൻസ് മാത്രം നോക്കി പോവാതെ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുക. നല്ല ഡോക്ടർ ആവണമെന്ന് നിർബന്ധം തന്നെയാണ് തീർച്ചയായിട്ടും. പക്ഷേ ഒരു ഡോക്ടറെ ബെറ്റർ ഡോക്ടർ ആക്കുന്നത് ഒരു റോബോട്ടാണ്. ഇപ്പോൾ സാറിന് പൊതുവേ ഒരു സർജറി ഒക്കെ ചെയ്യുന്ന സമയത്ത് റോബോട്ടിനെ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് അത് ചെയ്യുന്നത്? നമ്മളത് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന അനുസരിച്ച് അവർ കൂടുതൽ എന്തെങ്കിലും അത് ചെയ്യോ? നമ്മൾ പറയുന്നിടത്ത് അത് നിൽക്കുമോ? ഇപ്പോൾ നമ്മൾ അമലയിൽ ഉപയോഗിക്കുന്നത് മാക്കോ
സ്ട്രൈക്കർ മാക്കോ റോബോട്ടാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റോബോട്ടാണ്. അതിലുള്ള 2-3 ഫീച്ചേഴ്സ് ഞങ്ങൾ പരിചയപ്പെടുത്താം. ഒന്നെന്ന് പറഞ്ഞാൽ ഹാപ്റ്റിക് ടെക്നോളജി. നമ്മൾ ഓപ്പറേഷന് മുമ്പ് തന്നെ തലേദിവസം തന്നെ CT എടുക്കുന്നു. ഒരു ഓപ്പറേഷൻ തലേദിവസം തന്നെ വെർച്വലി ചെയ്ത് കഴിയും. അതിൻ്റെ എക്സാക്ട് പ്ലേസ്മെൻറ്റും ഇതൊക്കെ തലേദിവസം തന്നെ കഴിയുന്നു. അതേപോലെ തന്നെ ഇതിൻ്റെ ബൗണ്ടറീസ്, തൊട്ടടുത്തുള്ള ആർട്ടറി, ലിഗമെൻറ്റ്സ്, നെർവ്സ്, വെയിൻസ് ഇതെല്ലാം തലേദിവസം തന്നെ മാർക്ക് ചെയ്ത് അത് നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഫീഡ് ചെയ്യുന്നു. ആ ഒരു ബൗണ്ടറിയുടെ പുറത്തേക്ക് ഒരിക്കലും റോബോട്ട് കട്ട് ചെയ്യുകയോ നീങ്ങുകയില്ല. ഈവൻ ഡോക്ടർ വിചാരിച്ചാൽ പോലും അത് നീക്കാൻ ശ്രമിച്ചാലും അവിടെ അത് ബ്രേക്ക് ഇട്ട് ഫീഡ്ബാക്ക് കൊടുക്കുന്നു. ഹാപ്റ്റിക് ഫീഡ്ബാക്ക്, ഒരു വൈബ്രേഷനോടെ അത് നിൽക്കുന്നു. ആ ഒരു ആക്യുറസി ഈ റോബോട്ടിന് കിട്ടാൻ സാധിക്കുക മാത്രമല്ല, ഡോക്ടറിന് പറ്റാവുന്ന റെയർ ആണെങ്കിൽ പോലും എറേഴ്സ് പോലും ഈ റോബോട്ടിന് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ അതെങ്ങനെയാ റോബോട്ട് എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മളതിനെ അങ്ങനെ പ്രാപ്തമാക്കി ആദ്യമേ വെക്കുവോ? അത് എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഇതൊരു ഇപ്പോൾ നമ്മുടെ റോബോട്ടിന് ഏകദേശം 400 പേറ്റൻസ് ഉണ്ട്. ഇതിൻ്റെ ഓരോ ടെക്നോളജിയും പേറ്റന്റ് ടെക്നോളജിയാണ്. ഈ പേറ്റന്റ് ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളിലും പേറ്റൻസ് ഉണ്ട്. അങ്ങനെ പല തരത്തിലുള്ള റിസർച്ചിൻ്റെ ആസ്പദമാക്കിയാണ് ഈ റോബോട്ട് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ ഏകദേശം 20 lakhs എന്ന് പറഞ്ഞാൽ 2 million റോബോട്ടിക് നീ റീപ്ലേസ്മെൻറ്റ് ലോകമെമ്പാടും ഈ റോബോട്ട് മാക്കോ റോബോട്ട് വെച്ച് ചെയ്തു കഴിഞ്ഞു. ഈ ഓരോ സർജറി ചെയ്യുമ്പോഴും ഈ ഡാറ്റ സെൻറ്ററിലേക്ക് പോകുന്നു. റോബോട്ട് കൂടുതൽ പഠിക്കുന്നു. കൂടുതലായിട്ട് ആക്യുറേറ്റ് ആയിട്ട് ചെയ്യാൻ റോബോട്ട് തന്നെ പഠിക്കുകയാണ്. അപ്പോൾ ഒരു സർജൻ്റെ ജീവിതകാലത്ത് ഈ 20 lakhs ഒന്നും ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല. മേ ബി ഒരു 10,000 ഒരു 20,000 ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ 20 ലക്ഷം ചെയ്ത ഒരു ഡോക്ടറിൻ്റെ കൃത്യതയോടുകൂടി ഇപ്പോൾ ഈ റോബോട്ടിന് ചെയ്യാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് ഇത് കൂടുതൽ പ്രിസൈസ് ആയിട്ടും കൂടുതൽ ഫോൾ ഫ്രീ ആണെന്ന് നമ്മൾ പറയാൻ കാരണം അതാണ്. ഇപ്പൊ സാറിനോട് ചോദിക്കുകയാണെങ്കിൽ എത്ര സർജറി ചെയ്ത് കാണും? അങ്ങനെ കൗണ്ട് ഉണ്ടോ? അമലയിൽ റോബോട്ടിക്കായിട്ട് നമ്മൾ 250 ഓപ്പറേഷൻസ് ചെയ്ത് കഴിഞ്ഞു ഇപ്പം തന്നെ. ഏറ്റവും കൂടുതൽ സാറിന് ഒരു റിസ്ക് ആയിട്ട് തോന്നിയ ഏതാണ്? അങ്ങനെ ഇടുപ്പാണോ, മുട്ടാണോ, ഷോൾഡർ ആണോ? അതിലേതാണോ ഏറ്റവും കൂടുതൽ റിസ്ക് സ്പൈൻ സർജറി തന്നെയാണ്. കാര്യം നമ്മൾ സ്പൈനിന് ചുറ്റും ഒത്തിരി സ്ട്രക്ചേഴ്സ് ഉണ്ട്. ലൈക്ക് സ്പൈനൽ കോഡ് ഉണ്ട്, അയോർട്ട, ഇൻഫീരിയർ വീന കാവ, പിന്നെ നെർവ് റൂട്ട്സ് ഉണ്ട്. ഇതെല്ലാം ഭയങ്കര പ്രിസൈസ് ആയിട്ട് നമ്മൾ സർജറി ചെയ്തില്ലെങ്കിൽ പേഷ്യൻറ്റിന് ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ അയോർട്ടയൊക്കെ ആണെങ്കിൽ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. സ്പൈനൽ കോഡ് ഡാമേജ് വരുവാണെങ്കിൽ പെർമനൻ്റ് ആയിട്ട് ലൈഫ് ലോങ് പേഷ്യൻ്റ് ബെഡ് റിഡൻ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്പൈൻ സർജറി തന്നെയാണ് ഇതിൽ ഏറ്റവും റിസ്ക് ഉള്ള ഓപ്പറേഷൻ. എല്ലാവർക്കും ഈ സ്പൈൻ സർജറി എന്ന് പറയുമ്പോൾ തന്നെ പേടിയായിരിക്കും. സ്പൈൻ സർജറി എന്ന് പറയുമ്പോൾ അതെങ്ങനെ ഒഴിവാക്കാന്ന് നോക്കിയിട്ടായിരിക്കും ആൾക്കാർ നടക്കുന്നത്. അപ്പോൾ സാറിൻ്റെ അടുത്ത് അങ്ങനെ വന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ടോ സ്പൈൻ സർജറി ചെയ്യാതിരിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും എല്ലാ പേഷ്യൻസ് ഇത് ചോദിക്കാറുണ്ട്. എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഇതാണ്. ഈ സ്പൈൻ സർജറി 2 തരം, അല്ലെ സ്പൈൻ രോഗങ്ങൾ 2 തരമുണ്ട്. ഒന്ന് മരുന്നുകൊണ്ട് മാറാവുന്ന രോഗങ്ങൾ, മറ്റൊരു ഗ്രൂപ്പ് ഓപ്പറേഷൻ കൊണ്ട് മാത്രം മാറുന്ന രോഗങ്ങൾ. അപ്പോൾ ഈ ഓപ്പറേഷൻ കൊണ്ട് മാറുന്ന രോഗങ്ങൾക്ക് മരുന്ന് കൊണ്ട് മാറില്ല, മരുന്ന് കൊണ്ട് മാറുന്ന രോഗങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്യരുത്. അപ്പോൾ ആ 2 ഗ്രൂപ്പ് രോഗങ്ങളേ ഉള്ളൂ. നമ്മൾ ഓപ്പറേഷൻ പറയുന്ന നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്ത് മാറ്റാം അങ്ങനെ ഇല്ല. അതിൽ ഫിസിയോതെറാപ്പി കൊടുക്കാറുണ്ട്. ചിലപ്പോൾ ഓപ്പറേഷന് മുമ്പ് ചിലപ്പോൾ കുറച്ച് സമയം കിട്ടാൻ, അല്ലെങ്കിൽ കുറച്ചും കൂടി ബൈ ടൈം കിട്ടാനോ, അല്ലെങ്കിൽ മരുന്ന് കൊണ്ട് മാറുമെന്ന് നമുക്ക് നോക്കുന്ന രോഗങ്ങൾ അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. മരുന്ന് കൊണ്ട് മാറിയില്ലെങ്കിൽ സർജറി ചെയ്യേണ്ട, അതാണ് ഡെഫിനിറ്റീവ് ഇൻഡിക്കേഷൻ, അല്ലെ ആബ്സല്യൂട്ട് ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത്. അത് കുറച്ച് കണക്കുകളുണ്ട്. ആ പ്രോട്ടോക്കോൾ അനുസരിച്ച് ആബ്സല്യൂട്ട് ഇൻഡിക്കേഷനുള്ള എല്ലാ സ്പൈൻ സർജറീസും ഓപ്പറേഷൻ തന്നെ ചെയ്തേ പറ്റുള്ളൂ. അതിന് മരുന്ന് കൊണ്ട് മാറ്റാൻ ശ്രമിക്കുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ കൂടുതൽ ഡാമേജ് കൂടുതൽ ഉണ്ടാക്കുകയും ചെയ്യുന്നു. സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലൊന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇപ്പോൾ സ്പൈൻ ഇഞ്ചുറി ആയിട്ട് വരുന്ന ഒരാൾ ഹോസ്പിറ്റലിൽ വരുന്നു, അപ്പോൾ സാറിന് ഏതൊരു അവസ്ഥയിലായിരിക്കും ഇങ്ങനെ ഒരു സ്പൈൻ സർജറി, ഒരു റോബോട്ടിക് സർജറി ആവശ്യപ്പെടുന്നത്? സ്പൈൻ സർജറി എപ്പോഴും ഇൻഡിക്കേഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്യണം. നമ്മൾ കൂടുതൽ ഇപ്പോൾ അമലയിൽ നമ്മൾ സ്പൈൻ ട്യൂമേഴ്സ്, പിന്നെ സ്കോളിയോസിസ് എന്ന് പറയും, നട്ടലിൻ്റെ വളവ്, ഇതൊക്കെ, പിന്നെ ഡിസ്കിൻ്റെ പ്രശ്നങ്ങൾ, എന്നാൽ ഇതിനൊക്കെയാണ് കൂടുതലായിട്ട് സർജറി ചെയ്യേണ്ട ആവശ്യകത വരുന്നത്. ഇപ്പം ഡിസ്കിൻ്റെ സർജറീസ് നമ്മളൊരു 100 പേഷ്യൻ്റ് വരുവാണെങ്കിൽ വെറും ഒരു 5% അല്ല 5 രോഗികൾക്ക് വേണ്ടി മാത്രമേ ബാക്കി 95% നമുക്ക് ഫിസിയോതെറാപ്പി മരുന്നും അല്ലെങ്കിൽ ബാക്കി തെറാപ്പി കൊണ്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. പക്ഷേ ചില സ്പൈൻ ട്യൂമേഴ്സ് അതിനൊരു സിം സ്കോർ ഉണ്ട്. ആ സ്കോർ വെച്ചിട്ട് ഈ നട്ടെല്ല് അൺസ്റ്റേബിൾ ആണെങ്കിൽ അത് എന്തായാലും ഓപ്പറേഷൻ ചെയ്ത് ഫിക്സ് ചെയ്യണം. ഇതൊരു എൻ്റെ ഒരു കണക്കല്ല, ഒരു ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ് ഉണ്ട്. ഓരോ അസുഖത്തിനും ഏത് കേസാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്നുള്ള സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, അതിൻ്റെ സ്കോറുകളുണ്ട്. ആ സ്കോറിനെ ആസ്പദമാക്കി
നമ്മൾ സർജറി ചെയ്യുകയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. അത് പേഷ്യൻസിൻ്റെ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് കുറേ സ്ഥലത്ത് പലരോട് ഒപ്പീനിയൻ ചോദിക്കും. അപ്പോൾ ഇതിനോട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത പലരും ഇതിനെക്കുറിച്ച് കറക്റ്റ് ഇൻഫർമേഷൻ കൊടുക്കാത്തത് കൊണ്ടായിരിക്കാം. പലരും പേടിപ്പിക്കുമായിരിക്കും എന്തെങ്കിലും തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഇൻഫർമേഷൻ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം പലരും അയ്യോ ഇത് ഓപ്പറേഷൻ ചെയ്യേണ്ട അല്ലെ ചെയ്യണം എന്ന് പറയുന്നത്. പക്ഷെ ഇതിനൊക്കെ സ്റ്റാൻഡേർഡ് ഇൻഡിക്കേഷനും സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾസും ഇപ്പം നമുക്കുണ്ട്. ആ ഒരു പ്രോട്ടോകോളിനെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള പേഷ്യൻറ്റിനെ നമുക്ക് സർജറി ചെയ്ത് നമുക്ക് പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പോൾ അമല ഹോസ്പിറ്റലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പുതിയൊരു ഇന്നോവേഷൻ ഉണ്ടല്ലോ, പുതിയ റോബോട്ട്. അത് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അപ്പം നമ്മളിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന 3D റോബോട്ടാണ്. 3D റോബോട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അതിനുള്ള 3D നാവിഗേഷൻ സിസ്റ്റം അല്ലെ 3D ഇമേജിംഗ് സിസ്റ്റം ആണ് ഇതിൻ്റെ ഒരു കോറ്. നമ്മൾ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ രണ്ടാമത്തെ ഒരു ഇൻസ്റ്റലേഷനാണ് ഇത് വരുന്നത്. ജനറൽ ജിയുടെ തന്നെ OEC ടെക്നോളജി, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. 3 ഡയമെൻഷനലി ഈ റോബോട്ടിന് ഇതിന് ആക്യുറസി കിട്ടുന്നതാണ് പെർ ഓപ്പറേറ്റീവിൽ. സാധാരണ നമ്മളൊരു CT എടുക്കാൻ പോകണം, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് ഓപ്പറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഓരോ പ്രാവശ്യം CT എടുത്തിട്ട് ഇത് ഓപ്പറേഷൻ ടേബിളിൽ തന്നെ ഒരു 3D ഇമേജ് നമുക്ക് കാണാനും റോബോട്ടിന് കാണാനും അതേ ഡാറ്റ നമുക്ക് റോബോട്ടിലേക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. 3D ഇമേജ് അതിൻ്റെ ഗുണം ഷോർട്ട് ടൈമിൽ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് ചെയ്യാം. സ്പൈൻ സർജറിക്കാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത്. പക്ഷേ പെൽവിക് സർജറി, ഇടുപ്പിൻ്റെ സർജറി, മുട്ടിൻ്റെ സർജറി, അല്ലെങ്കിൽ ഉപ്പുറ്റിയുടെ കാൽക്കേനിയം, അതുപോലെ തന്നെ കഴുത്തിൻ്റെ താഴെയുള്ള ഭാഗം, സർവൈക്കൽ, ഇങ്ങനെയുള്ള പല ലൊക്കേഷൻസിലും നമുക്ക് 3D റോബോട്ട് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ എവിടെയാണ് നമുക്ക് കൂടുതലായിട്ട് ആക്യുറേറ്റ് ആയിട്ട് നമ്മുടെ ഇംപ്ലാന്റ്സ് പ്ലേസ് ചെയ്യുന്നത് അവിടെ എല്ലാം ഈ 3D നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നു. അപ്പം 3D റോബോട്ടിക്കിന്റെ ഗുണം അതാണ്. അപ്പം ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരുപാട് പാടുപെടും ഇങ്ങനെ വരുന്ന രോഗികളെ. പക്ഷെ നമുക്കിപ്പോൾ പല രോഗികളും എല്ലാം റിസർച്ച് ചെയ്തിട്ടാണ് വന്നത്. നമ്മൾ ഒത്തിരി കേസുകൾ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം നമുക്കിങ്ങനൊരു ഫെസിലിറ്റി ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെ വരുന്ന ഒരു ഇപ്പോൾ പണ്ട് കാലത്ത് ഒരു വേണേൽ 20% ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 80% രോഗികളും ഓൾറെഡി ഇതെല്ലാം വെൽ സ്റ്റഡീഡ് ആയിട്ട് അവനെ. കാരണം ഇതൊക്കെ ഓരോ ടെക്നോളജീസ് നമ്മുടെ ജെമിനൈ ആണെങ്കിലും ChatGPT അവൈലബിൾ ആണ്. അവരെല്ലാം നോക്കി അതെല്ലാം നോക്കി നമ്മൾ പേഷ്യൻ്റ് അതിൽ അവർ ദാറ്റ്സ് ദർ ചോയ്സ്. അവരിതെല്ലാം മനസ്സിലാക്കി കൂടുതൽ നമുക്ക് ചോയ്സ് കൊടുക്കുകയാണ്. നമുക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള സിസ്റ്റത്തിലേക്ക് അവർക്ക് വരാൻ നമ്മൾ ചോയ്സ് കൊടുക്കുകയാണ്. പിന്നെ പലർക്കും ഒരു പേടി ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അത്രത്തോളം എക്സ്പെൻസീവ് ആണോ സാർ ഇത് നമ്മൾ ഈ റോബോട്ടിനെ വെച്ചുകൊണ്ടുള്ള സർജറി? ആക്ച്വലി എക്സ്പെൻസീവ് ആണ്. പക്ഷേ നമ്മൾ അമല ഹോസ്പിറ്റലിൽ നമ്മൾ എക്സ്ട്രാ ചാർജ് ചെയ്യാതെ നമ്മൾ ഈ റോബോട്ടിക് സർജറി പേഷ്യൻറ്റിന് ആ ഒരു സർവീസ് എക്സ്ട്രാ നമ്മൾ ചാർജ് ചെയ്യാതെ തന്നെയാണ് ഇന്ന് വരെയും കൊടുക്കുന്നത്. അല്ല, ഒരു സാധാരണക്കാരനായ ആൾക്കാർക്കൊക്കെ വരാൻ പറ്റിയ ഒരു ചെലവാണോ എന്നാണ്. തീർച്ചയായിട്ടും നമ്മൾ റേറ്റ്സ് ഒക്കെ അറ്റ് പാർ മേ ബി ലെസ് ദാൻ അതർ ഹോസ്പിറ്റൽസ്. അപ്പോൾ നമുക്ക് ആ ഒരു റോബോട്ടിക്സ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു ഭീമമായ ഒരു ബില്ലൊന്നും അമലയിൽ ഇടുന്നില്ല. നമ്മൾ എക്സ്ട്രാ കൺസ്യൂമേഴ്സ് വല്ല കൂടുതലായിട്ട് വല്ല ഉണ്ടെങ്കിൽ മാത്രമേ ബില്ലുള്ളൂ. ബാക്കി എക്സ്ട്രാ ബില്ലൊന്നുമില്ല. ബാക്കി സ്ഥലങ്ങളെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത് റേറ്റ് കുറവാണെന്ന് എനിക്ക് തോന്നുന്നത് അമല ഹോസ്പിറ്റലിൽ. മറ്റു ഹോസ്പിറ്റലുകളൊക്കെ ഇപ്പം അതൊന്നും അഡോപ്റ്റ് ചെയ്യുന്നില്ല. ശരിക്കും അമല ഹോസ്പിറ്റലിലേക്കാണ് ആൾക്കാർ ഇതിനേക്കൊക്കെ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞ് ഇങ്ങനെയുള്ള ഒരുപാട് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഈ റോബോട്ടിക് സർജറിയെ കുറിച്ചൊക്കെ കൂടുതൽ അറിഞ്ഞുകൊണ്ടാണോ ആൾക്കാർ ഇങ്ങനെ വരുന്നത്? തീർച്ചയായിട്ടും അത് എല്ലാവരും വെൽ അപ്ഡേറ്റഡ് ആണ്. ഇന്നത്തെ ഒരു ജനറേഷൻ പേഷ്യൻസും അല്ലെങ്കിൽ ഇന്നത്തെ പേഷ്യൻസിന് ആരെങ്കിലൊക്കെ ആയിട്ട് അവർ അപ്ഡേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ടെക്നോളജി അവർ മനസ്സിലാക്കി അവർ വരുന്നു. ഈ ഭാവിയിൽ കുറച്ച് ഒരു 5-10 വർഷത്തിനുള്ളിൽ എല്ലാ ഹോസ്പിറ്റൽസിലും റോബോട്ട് വരും. അപ്പം ജീവനക്കാർക്കൊക്കെ പണിയില്ലാതാവോ ഡോക്ടേഴ്സിനൊക്കെ? തീർച്ചയായിട്ടും അല്ല, അതൊരു തെറ്റായിട്ടുള്ള ധാരണയാണ്. ഓർത്തോ റോബോട്ടിക്സിൽ സർജനാണ് ഓപ്പറേഷൻ ചെയ്തത്, അല്ലാണ്ട് റോബോട്ടല്ല ചെയ്യുന്നത്. സർജനെ സഹായിക്കുന്ന ഒരു ടൂള് മാത്രമാണ്. അല്ലാതെ നമ്മൾ റോബോട്ട് മാത്രമല്ല എല്ലാം ചെയ്യുന്നത്. ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണ അങ്ങനെ തന്നെയാണ്. റോബോട്ട് ചെയ്യുന്നു, ഡോക്ടറുടെ ഗെയിം കളിച്ചിരിക്കുന്നു, തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. ഇത് ഡോക്ടർ ചെയ്ത ഡോക്ടറിന്റെ കൈപുണ്യം അതൊരു ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ റോബോട്ട് ചെയ്തു കൊടുക്കുന്നു. കൂടുതൽ എക്സാക്റ്റ് ആയിട്ട് പ്രിസൈസ് ആയിട്ട് ചെയ്തു കൊടുക്കുന്നു. പേഷ്യൻസിനാണ് അൾട്ടിമേറ്റ്ലി അതുകൊണ്ട് യൂസ് ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെ ഒരു സർജറി ചെയ്താൽ, ഈ അതിനൂതനായിട്ടുള്ള ഇങ്ങനത്തെ ഒരു സർജറി ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പേഷ്യൻറ്റിന് നമ്മൾ പഴയ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാനൊക്കെ പറ്റുമോ? പൂർണ്ണ ആരോഗ്യവാനായിട്ട് ലൈഫ് ലോങ് നിൽക്കാനായിട്ട് പറ്റുമോ? ചോദ്യം ഇതാണ്. പക്ഷേ ഡിപ്പെൻഡിങ് ഓൺ ഡിസീസ്, ഏത് അസുഖം, പല രോഗങ്ങൾക്ക് പലതാണല്ലോ റിസൾട്ട്. രോഗത്തിൻ്റെ റിസൾട്ട് കുറച്ച് വേരിയബിൾ ആണെങ്കിലും
പ്രിസിഷൻ കൂടുന്നതുകൊണ്ട് ടോട്ടൽ ഇപ്പം നോർമലായിട്ടുള്ള ഒരു സർജറിയേക്കാളും കൂടുതൽ പേഷ്യൻറ്റിന് ക്വാളിറ്റി ഓഫ് ലൈഫും കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റും പെയിൻ റിലീഫൊക്കെ കൂടുതലായിട്ടുണ്ടാവും. പക്ഷേ ബേസിക് ഡിസീസ് അവിടെ തന്നെ നിൽക്കുന്ന പല ഇപ്പോൾ ക്യാൻസറൊക്കെ ആണെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള ചികിത്സയൊക്കെ ട്യൂമർ നമ്മൾ സർജറി കഴിഞ്ഞാലും അതിൻ്റെ കീമോതെറാപ്പിയും റേഡിയോതെറാപ്പിയും ആക്കി മുന്നോട്ട് പോകേണ്ടി വരും. നമുക്ക് അമലയിലാവുമ്പോൾ ഇതിനെല്ലാത്തിനുമുള്ള ഫെസിലിറ്റി ഉണ്ട്. ഇപ്പോൾ ഈവൻ ബോൺ ട്രാൻസ്പ്ലാന്റ് അടക്കമുണ്ട് നമുക്ക്. അപ്പോൾ നമ്മളൊരു മൈലോമ പേഷ്യൻ്റ് വന്നു, നമ്മൾ സ്പൈൻ ഫിക്സ് ചെയ്യുന്നു, റോബോട്ടിക്കായിട്ട് ഫിക്സ് ചെയ്യുന്നു. അതിനുശേഷം അത്യാവശ്യം റേഡിയേഷൻ വേണ്ടതാണെങ്കിൽ സെക്കൻഡ് വീക്കിന് റേഡിയേഷൻ എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റിയും അമലയിൽ നമുക്ക് ലഭ്യമാണ് ഇപ്പോൾ. ഇതുകൊണ്ടായിരിക്കും പലരും പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ ഇത്രത്തോളം സാങ്കേതിക വിദ്യയൊക്കെ വികസിച്ചെങ്കിലും ഇത്രത്തോളം നല്ല ചികിത്സ കിട്ടാറില്ല. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ചികിത്സ എന്ന്. ബെസ്റ്റ് എന്നല്ല, ഇപ്പം നമ്മൾ ന്യൂയോർക്ക് സിറ്റിയിൽ പോയിട്ട് ഒരു നീ റീപ്ലേസ്മെൻ്റ് അല്ലെങ്കിൽ സ്പൈൻ സർജറി ചെയ്യുന്ന അതേ ഇംപ്ലാൻസും അതേ പ്രിസിഷനും അതേ റോബോട്ട് ഉപയോഗിച്ച് നമ്മൾക്ക് ഇവിടെ അമലയിൽ അതിൻ്റെ ഒരു 20-1 അല്ലെങ്കിൽ ഒരു നീ റീപ്ലേസ്മെൻറ്റ് അവിടെയൊക്കെ ചെയ്യുമ്പോൾ വലിയ ഭീമമായ തുക വരും. 20 ടൈംസ് അല്ലെങ്കിൽ 40 ടൈംസ് റേറ്റ് വരും. അതിൻ്റെ 1/20th പ്രൈസിൽ നമുക്ക് അമലയിൽ നമുക്ക് സെയിം റോബോട്ട് ഉപയോഗിച്ച് സെയിം ഇംപ്ലാന്റ് ഉപയോഗിച്ചിട്ട് സെയിം പ്രിസിഷനിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇനി വിദേശ രാജ്യത്ത് പോയിട്ട് ആരും ഇനി ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. അതാണ് കേരളം അത്രത്തോളം വികസിച്ചു. അതുപോലെ തന്നെ അമല ഹോസ്പിറ്റൽ പോലെ ഇങ്ങനെ റോബോട്ടുകൾ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക പുതിയ. അപ്പോൾ സെയിം ടെക്നോളജിയിൽ ഇപ്പം നമ്മുടെ എപ്പോഴും നമ്മുടെ ഡയറക്ടർ അച്ഛൻ പറയണ പോലെ പേഷ്യൻസ് ഇതുകൊണ്ട് ഗുണം ഉണ്ടാവണം. പേഷ്യൻസിന് ഗുണം ഉണ്ടാവുന്ന എന്തിനും മാനേജ്മെൻറ്റ് തയ്യാറാണ്. പേഷ്യൻസിന് അതുകൊണ്ട് യൂസ് ഉണ്ടാവണം. പേഷ്യൻറ്റിന് കൂടുതൽ ബെറ്റർ ആവണം ഹീലിംഗ്. ആ ഒരു ഈ ടെക്നോളജി നമ്മൾ ഒരു ഹൈ എൻഡ് ഒരു ടെക്നോളജി ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ പേഷ്യൻസിന് അതുകൊണ്ട് എത്രത്തോളം ഗുണം ഉണ്ടാവും. ആ ടെക്നോളജി ഉപയോഗിക്കുകയല്ല ഞങ്ങളുടെ ലക്ഷ്യം. പേഷ്യൻസിന് കൂടുതൽ ഏറ്റവും ബെസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജി പേഷ്യൻറ്റിന് കൊടുക്കുക. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ഓട്ടോമാറ്റിക്കലി കിട്ടും. അതാണ് ഹൈ എൻഡ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. പേഷ്യൻറ്റിന് ഏറ്റവും ഹയസ്റ്റ് റിസൾട്ടും നമ്മൾക്ക് ഇതിൽ കൂടെ കൊടുക്കാൻ സാധിക്കും. അങ്ങനെ ഇപ്പോൾ റോബോട്ടിക് സർജറി ഒക്കെ ചെയ്തിട്ട് എത്ര പേഷ്യൻസ് പിന്നീട് വന്നിട്ട് ഒരുപാട് എന്താ പറയുക നന്ദി പറയുക അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ സാറിൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്? എല്ലാ ദിവസവും ഇത് തന്നെ കേൾക്കണതാണ്. ഞാനിപ്പോൾ ഇന്നിപ്പോൾ ഒരു എക്സാമ്പിൾ പറയും. ഇന്നൊരു പേഷ്യൻറ്റ് ഞാൻ ഏകദേശം ഒരു 15 വർഷം മുമ്പ് ഓപ്പറേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഗൾഫിൽ നിന്ന് പെയിനായിട്ട് പെട്ടെന്ന് വന്നു, വേറെ അസുഖത്തിന് വന്നു, വേറെ സൈറ്റിൽ വന്നു. പേഷ്യൻ്റ് ഒത്തിരി നന്ദി. 15 വർഷത്തിന് ശേഷവും പഴയ ഒരു റിസൾട്ട് അദ്ദേഹത്തിന് ആ ഓപ്പറേഷൻ കൊണ്ട് കിട്ടിയ റിസൾട്ട് ഉണ്ടായത് കൊണ്ടല്ലേ വീണ്ടും വേറൊരു സൈറ്റിൽ സെയിം അസുഖം വരുമ്പോൾ ഒരു ഓടി വരുന്നത്. എല്ലാ ദിവസവും പേഷ്യൻസ് വന്ന് നന്ദി പറയാറുണ്ട്. നമുക്കൊരു ഏകദേശം ഒരു എനി സർജറി 100% അല്ല. ഇതിപ്പോൾ റോബോട്ടിക്സ് വന്നാൽ പോലും ഒരിക്കലും മാനുഷികമായിട്ട് 100% അല്ലെങ്കിൽ മനുഷ്യന് ഇതുവരെയും ഒരു അസുഖത്തിനും 100% ക്യൂർ സാധിക്കില്ല. പക്ഷേ ആ പഴയ പെർസെൻറ്റേജ് ടുവേഴ്സ് 100, മോർ ടുവേഴ്സ് 100 നമുക്ക് അങ്ങനെയുള്ള നമുക്ക് പറയാൻ പറ്റുള്ളൂ. റോബോട്ട് 100% ഒന്നും ഒരു മെഷീൻസും ഒന്നും അല്ല, 100% അല്ല. പക്ഷേ മോർ ടുവേഴ്സ് 100% നമുക്ക് റിസൾട്ട് കൊടുക്കാൻ സാധിക്കുന്നു. അപ്പം ഒരുപാട് പേരിപ്പം സാധാരണ സർജറി ചെയ്യുന്ന ആൾക്കാരാണ്. നോർമലായിട്ടുള്ള സർജറി ചെയ്യുന്നതാണോ ഈ റോബോട്ടിക് സർജറി ചെയ്യുന്നത് തന്നെയാണോ ഏത് അസുഖത്തിനായാലും ഏത് സർജറിക്കായാലും നല്ലത്? റോബോട്ടിക് സർജറി അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫെസിലിറ്റി ഉള്ള സ്ഥലത്താണ് ഉള്ള രോഗമാണെങ്കിൽ തീർച്ചയായിട്ടും റോബോട്ടിക് സർജറി തന്നെ ചെയ്യുന്നതാണ് നല്ലത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ മനസ്സിലാക്കുന്നതാണ്, നമുക്ക് കിട്ടുന്ന പ്രിസിഷനും പേഷ്യൻറ്റിന് അത് കഴിഞ്ഞിട്ടുള്ള ഔട്ട്കമും വളരെ വ്യത്യാസമുണ്ട് മാനുവലായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ. അതുകൊണ്ട് തീർച്ചയായിട്ടും റോബോട്ടിക് സർജറി തന്നെ ചെയ്യണം. ആ ഫെസിലിറ്റി നിങ്ങൾക്ക് ആക്സസബിൾ ആണെങ്കിൽ. ഇപ്പം നമുക്ക് അമലയിൽ ആക്സസബിൾ ആണ്, പേഷ്യൻ്റ് ഇവിടെ വരുവാണെങ്കിൽ നമ്മളത് എന്തായാലും റോബോട്ടിക് സർജറി ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. പിന്നെ പെയിൻ എങ്ങനെയാണ് സാർ? മാനുവലി ആണോ അതോ റോബോട്ടിക് ആയിട്ട് ചെയ്യുമ്പോഴാണോ പെയിൻ കൂടുതൽ? ഏതിനാണ് പെയിൻ? എന്തായാലും റോബോട്ടിക്സിന് കുറച്ച് കുറവാണ്. പക്ഷേ പെയിൻ ഒരു സബ്ജക്റ്റീവ് സെൻസാണ്. അപ്പോൾ ചില പേഷ്യൻസ് ചിലപ്പോൾ പെയിൻ ഉണ്ടാവുകയില്ല, ചില ആ ഒരു ഫാക്ടർ എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് പോലെ പറയുമ്പോൾ പെയിൻ ഉണ്ടാവില്ല, അങ്ങനെയല്ല. പെയിൻ ഒരിക്കലും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പോൾ ചെറിയൊരു ഇഞ്ചുറിക്ക് പോലും പേഷ്യൻ്റ് ഫീൽ ചെയ്യണം, അവർ ആക്ട് ചെയ്യണതല്ല, ഫീൽ ചെയ്യണം. സബ്ജക്റ്റീവ് സെൻസാണ്, ഭയങ്കര വ്യത്യാസമുണ്ട്. അതുകൊണ്ട് പക്ഷേ നമ്മൾ പൊതുവേ നോക്കുമ്പോൾ മാനുവൽ സർജറിയേക്കാളും പെയിൻ കുറവ് റോബോട്ടിക് സർജറിക്കാണ്. സാറിൻ്റെ ഒരു ലൈഫിൽ കരിയറിൽ ഏറ്റവും കൂടുതൽ ലോങ് ആയിട്ട് ഒരു ടൈം എടുത്തൊരു സർജറി ഏതായിരിക്കും? സ്പൈൻ സർജറി തന്നെയാണ് ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നത്. എത്ര ഒരു 5 to 6 hours ഒക്കെ എടുക്കും നമ്മൾ സർജറി ചെയ്യാൻ. അത്രയും സമയം എടുക്കും?
നമുക്ക് പിന്നെ കുറച്ച് കുറച്ച് നമുക്കൊരു ടീമുണ്ട് അമലയിൽ. ഇപ്പോൾ റോബോട്ടിക് സർജറിക്കാണെങ്കിലും സ്പൈൻ സർജറിക്കാണെങ്കിലും ടീം. അപ്പോൾ ഒരു സാധാരണ ഒരു ഹോസ്പിറ്റലിൽ എടുക്കുന്നതിനേക്കാളും ടൈം കുറവ് മതി അമലയിൽ. സെയിം സർജറി തന്നെ നമുക്ക് എടുക്കും. ഇപ്പോൾ ഒരു നീ റീപ്ലേസ്മെൻ്റ് ആണെങ്കിൽ 30-35 മിനിറ്റാണ് ഈ റോബോട്ടിക്സിന് നമ്മൾ എടുക്കുന്നത്. അത് സാധാരണ ഹോസ്പിറ്റലിനേക്കാളും വളരെ കുറവാണ്. 35 മിനിറ്റേ മിനിറ്റ് ഉള്ളൂ. കൊണ്ട് നമ്മുടെ കട്ടെല്ലാം കഴിയും, പ്ലേസ്മെന്റ് ഒക്കെ കഴിയും. അപ്പോൾ ആ ഒരു ടൈം റോബോട്ടിന്റെ ഒരു ഗുണം മാത്രമല്ല, നമ്മുടെ ഒരു ടീമുണ്ട് 10-20 വർഷമായിട്ടുള്ള നമ്മുടെ ഒപ്പം നിൽക്കുന്ന ടീം ഡോക്ടേഴ്സും അതിൻ്റെ ടീം വർക്കിന്റെ ഗുണം തന്നെ തീർച്ചയായിട്ടും ആ ടൈം നമുക്ക് അഡ്വാൻറ്റേജ് ഉണ്ട് പേഷ്യൻസിന്. അപ്പോൾ ഒരു രോഗി നമ്മൾ ഈ റോബോട്ടിക് സർജറി ചെയ്യണമെന്ന് പറയുമ്പോൾ ആ ഒരു രോഗി എടുക്കേണ്ട എന്തെങ്കിലും മുൻകരുതലുകളൊക്കെ ഉണ്ട്? എന്തൊക്കെയാണ് ഒരു രോഗി അപ്പോൾ ചെയ്യേണ്ടത്? നമ്മൾ സാധാരണ പേഷ്യൻസിനോട് ആദ്യം രോഗം എന്താണെന്ന് കറക്റ്റായിട്ട് പറഞ്ഞ് മനസ്സിലാക്കും. പിന്നെ ഈ രോഗത്തിന് ഓപ്പറേഷൻ വേണോ വേണ്ടേ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം. നമ്മളപ്പോൾ രോഗിയോടൊപ്പം ഓരോ പോയിന്റ് ബൈ സ്പെസിഫിക് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ഇതാണ് രോഗം, ഇതാണ് അതിൻ്റെ ഇത്. നമ്മൾ ഷോർട്ടായിട്ട്, നമ്മൾ ഒത്തിരി എലാബറേറ്റ് പറഞ്ഞ പേഷ്യൻസ് ഒന്നും മനസ്സിലായി, ഷോർട്ടായിട്ട് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നു. സർജറി വേണ്ടാത്ത രോഗിയാണെങ്കിൽ ഞങ്ങൾ സർജറി ചെയ്യാറില്ല. സർജറി വേണ്ട അപ്പോൾ എന്തുകൊണ്ട്, വാട്ട് ഈസ് ദി ഇൻഡിക്കേഷൻ, ഓപ്പറേഷൻ എന്തിനാണ് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ നമ്മൾ പേഷ്യൻസിന് പറഞ്ഞ് മനസ്സിലാക്കുന്നു. അതിൻ്റെ ഓപ്ഷൻസ് നമ്മൾ കൊടുക്കുന്നു. എന്തെങ്കിലും രീതിയിലുള്ള മുൻകരുതലുകൾ എടുക്കണോ ഇങ്ങനെ അല്ലാതെ? തീർച്ചയായിട്ടും സെയിം തന്നെയാണ്. ബാക്കി സാധാരണ സർജറി പോലുള്ള ബാക്കി അനസ്തേഷ്യ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോർമലായിട്ട് ചെയ്യുന്ന പോലെയാണ്. റോബോട്ടിക് സർജറി നമ്മൾ തലേ ദിവസം അതിന് സ്പെസിഫിക് ആയിട്ടുള്ള CT ആണ്, സാധാ CT അല്ല. അതിൻ്റെ പ്രോട്ടോക്കോൾ പ്രകാരമുള്ള CT എടുക്കും. അതിൻ്റെ കട്ട്സ് അങ്ങനെ കുറച്ച് പ്രോട്ടോക്കോൾസ് ഉണ്ട്. അത് നമ്മൾ ഓൾറെഡി ഇപ്പോൾ റെഗുലറായിട്ട് ചെയ്യുന്നതുകൊണ്ട് അതൊരു വലിയ ഇതല്ല. നമുക്ക് പിന്നെ CT മെഷീൻസ് അവൈലബിൾ ആണ്, 3 CT മെഷീൻസ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും മെഷീനിൽ നമ്മൾ CT സ്കാൻ തലേദിവസം എടുക്കുന്നു. തലേദിവസം തന്നെ എല്ലാം പ്ലാൻ ചെയ്യും. സർജൻ്റെ ഭാഗത്ത് തലേദിവസം പ്ലാനിങ്ങും, അതിലൊരു വാക്ക് ഉപയോഗിക്കുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് സെഗ്മെൻറ്റേഷൻ എന്ന് പറയും. സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സാധാരണ ഒരു ഇമേജ്, സാധാരണ ഒരു CT ഇമേജ് റോബോട്ടിന് മനസ്സിലാവുന്ന രീതിയിൽ അതിൻ്റെ ഔട്ട്ലൈൻസ് നമ്മൾ മാർക്ക് ചെയ്യുക. അതാണ് സെഗ്മെൻറ്റേഷൻ. അത് എല്ലാ സർജറീസിലും അങ്ങനെ തന്നെ സെഗ്മെൻറ്റേഷൻ. ഈ പ്രോസസ്സ് നമ്മൾ തലേദിവസം തന്നെ ചെയ്യുന്നു. ഒരു നീ റീപ്ലേസ്മെൻറ്റ് ഫുള്ള് ചെയ്യുന്ന എല്ലാ സ്റ്റെപ്സും തലേദിവസം തന്നെ നമ്മൾ റോബോട്ടിൽ തന്നെ ചെയ്യുന്നു. പിറ്റേ ദിവസം ആ ഒരു പ്ലാൻ, നമ്മൾ ചെയ്ത പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഒരു ചെറിയ വേരിയേഷൻ, ആ ഓൺ ടേബിൾ ചെറിയൊരു വേരിയബിൾസ് മാത്രമേ വരാവൂ. 1/2 ഡിഗ്രി അല്ലെങ്കിൽ 1 or 2 millimeters വേരിയബിലിറ്റി മാത്രമേ ഓൺ ടേബിൾ വരേണ്ട ആവശ്യമുള്ളൂ. അപ്പം നമ്മൾ ഓൾറെഡി പ്ലാൻഡ് ആണ്. അതുകൊണ്ടാണ് നമ്മൾക്ക് ടൈം കുറച്ചെടുക്കാൻ കാരണം. കാര്യം ഓൺ ടേബിൾ പ്ലാനിങ് വളരെ കുറവാണ്. കാര്യം ഓൾറെഡി ഫുൾ പ്ലാൻഡ്. കാര്യം ഓൾറെഡി ഇത് CT ഒക്കെ എടുത്തിട്ടുണ്ട്. നീ റീപ്ലേസ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ തലേ ദിവസം ഇടുപ്പിൻ്റെയും നീയുടെയും ആംഗിളുടെയും CT തലേദിവസം എടുക്കും. ഇത് മാനുവലായിട്ട് പോസിബിൾ അല്ല. മാനുവൽ ചെയ്യുമ്പോൾ ഇതൊന്നും നമ്മൾ ചെയ്യില്ല. ചെയ്താൽ തന്നെ നമ്മൾക്ക് അറിയില്ല നീയുടെ സെൻറ്റർ, ഹിപ്പിൻ്റെ സെൻറ്റർ എവിടെയാണ്, ആംഗിളിൻ്റെ സെൻറ്റർ നമുക്ക് അറിയില്ല. പക്ഷേ ഈ നമ്മുടെ റോബോട്ടിന് നമുക്ക് അറിയാം ഹിപ്പിൻ്റെ സെൻറ്റർ എവിടെയാണ്. ആ സെൻറ്ററിനെ ആസ്പദമാക്കിയുള്ള ആംഗിളിൽ ആണ് നമ്മുടെ മുട്ടിൻ്റെ നീ റീപ്ലേസ്മെൻറ്റ് പ്രോസസ്സ് പ്ലേസ് ചെയ്യുന്നത്. അതുകൊണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അത് മാനുവലി ഒരിക്കലും പോസിബിൾ അല്ല. നമ്മൾ ഇങ്ങനെ പരിശോധിച്ച് നോക്കി, അല്ലെ വേണേൽ ആ സമയത്ത് ഒരു എക്സ്റേ എടുത്ത് നോക്കിയാൽ ഏകദേശം ഒരു സെൻറ്ററേ കിട്ടുള്ളൂ. എക്സാക്ട് സെൻറ്റർ ഒരിക്കലും മാനുവലി പോസിബിൾ അല്ല. ഈ എക്സാക്ട് സെൻറ്റർ റോബോട്ടിന് പോസിബിളാണ്. അതേപോലെ തന്നെ CT ഫ്രീ റോബോട്ട്സ് ഉണ്ട്. അപ്പം അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് ഹിപ്പിൻ്റെ ഇതൊന്നും എടുക്കണില്ല. അപ്പോൾ ഹിപ്പിൻ്റെ പൊസിഷൻ അല്ല ഇമേജ് ഫ്രീ റോബോട്ട്സ് ഉപയോഗിക്കണം. അപ്പോൾ ഇമേജ് ഉള്ള റോബോട്ട് ലൈക്ക് CT ബേസ്ഡ് റോബോട്ട്സിനാണ് കൂടുതൽ ആക്യുറസി കിട്ടുന്നത്. അപ്പോൾ റോബോട്ടിൽ തന്നെ അങ്ങനെ പല വിധത്തിലുണ്ട് അല്ലേ? റോബോട്ട് 2 ടൈപ്പ് ഉണ്ട്. ഓർത്തോൻ്റെ തന്നെ ഇമേജ് ഫ്രീ ഉണ്ട്, ഇമേജ് ആൻഡ് CT ബേസ്ഡ് റോബോട്ട് ഉണ്ട്. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന CT ബേസ്ഡ് ആണ്. കാര്യം നമുക്ക് കൂടുതൽ പ്രിസിഷൻ വേണം. എസ്പെഷ്യലി സ്പൈനൊക്കെ വളരെ പ്രിസിഷൻ വേണം. 1 മില്ലിമീറ്റർ 2 മില്ലിമീറ്ററിലൊക്കെ അപകടങ്ങൾ സംഭവിക്കാം. കാര്യം എല്ലാം മൈന്യൂട്ടായിട്ട് അല്ലേ? അയോർട്ട ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് കറ്റാസ്ട്രോഫിക് ആണ്. നമുക്കത് അത്രയും വാസ്കുലാർ ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ സ്പൈനിലൊക്കെ CT ബേസ്ഡ് തന്നെ 100% തന്നെ വേണം അത് ചെയ്യാൻ. അത് നിർബന്ധം എന്താ, പെർഫെക്ഷൻ പ്രിസിഷൻ വേണം എന്നുള്ളത് അല്ലേ? തീർച്ചയായിട്ടും. കാര്യം ഈ പറയുന്ന റിസ്കുകൾ ചിലപ്പോൾ 1 in 10% അല്ലെങ്കിൽ 20% ആയിരിക്കും റിസ്ക്. ആ റിസ്ക് 99 കൊണ്ടുവരിക എന്നല്ലെ 100 കൊണ്ടുവരിക എന്നുള്ളത് പേഷ്യൻറ്റിനെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമാണ്. കാര്യം പേഷ്യൻ്റ് റിസ്ക് കുറഞ്ഞാൽ തന്നെ പേഷ്യൻറ്റിന് സർജറി ചെയ്യാനുള്ള ടെൻഷൻ കുറയുന്നു. തീർച്ചയായിട്ടും നമ്മൾ പറയില്ലേ, നമ്മളൊരു സേഫായിട്ടുള്ളൊരു പ്രൊസീജിയർ ചെയ്യണത് നമ്മൾ പോകുമ്പോൾ പേഷ്യൻറ്റിനോട് പറയും നമ്മൾ റോബോട്ട് ഇപ്പോൾ എക്സാക്ട്ലി ചെയ്യുന്നു. സർജറി തന്നെ ചെയ്യണമെങ്കിലും ആ സർജൻ ഉപയോഗിക്കുന്ന ടൂള്
ഏറ്റവും പെർഫെക്റ്റ് ഇപ്പം ഇന്ന് ലോകത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടൊരു ടൂളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് അറിയുമ്പോൾ തന്നെ പേഷ്യൻസ് ഹാപ്പിയാണ്. പിന്നെ ഇതൊക്കെ നമുക്ക് ഓൺലൈനിൽ പേഷ്യൻസ് അവൈലബിൾ ആണ്. പേഷ്യൻ്റ് നോക്കാവുന്ന റെഫറൽസ് ഒത്തിരി അവൈലബിൾ ആണ് ഓൺലൈൻ. അതുകൊണ്ട് അവരൊക്കെ ഭയങ്കരമായിട്ട് നോളജ് ഉണ്ട് ഇതിനെക്കുറിച്ച്. തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസ് ഒരു 99% പേഷ്യൻസ് ഇതിനെക്കുറിച്ച് അത്യാവശ്യം പഠിച്ച് ഇതിനെക്കുറിച്ച് ഇതൊക്കെ തന്നെ വരുന്നത്. റിസ്കുകൾ നമ്മളെപ്പോഴും അസസ് ചെയ്യുന്നു. അനസ്തേഷ്യ റിസ്കുകൾ അസസ് ചെയ്തിട്ട് അതനുസരിച്ചാണ് നമ്മൾ സർജറി ചെയ്യുന്നത്. 100% ഏത് മാനുവൽ ആണെങ്കിലും റോബോട്ടിക് ആണെങ്കിലും സർജൻ 100% വിജിലൻ്റ് ആയിരിക്കണം. ഇൻസ്റ്റെബിലിറ്റി അൺസ്റ്റേബിൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കൊളാപ്സ് ചെയ്യും, സ്പൈനൽ കോഡിനെ കംപ്രസ് ചെയ്യും. ഈ കൺജനിറ്റൽ സ്കോളിയോസിസ് എന്ന് പറഞ്ഞാൽ നട്ടിൽ ഒരു ഭാഗം ഉണ്ടാവില്ല. അപ്പോൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ സൈറ്റിലേക്ക് നട്ടിൽ വളയും. സ്കോളിയോട്ടിക് അല്ലെങ്കിൽ സ്പൈൻ സർജനെ കണ്ട് അത് ഇവാലുവേറ്റ് ചെയ്ത് റെഗുലറായിട്ട് ഫോളോ അപ്പ് ചെയ്യേണ്ട ഒരു കണ്ടീഷനാണ് സ്കോളിയോസിസ്.